നമസ്കാരം. പശ്ചിമേഷ്യയിൽ സംഘർഷം നിയന്ത്രണാതീതമാകുന്നു. ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനയി കൊല്ലപ്പെട്ടതിന് പിന്നാലെ മേഖലയിൽ യുദ്ധം ആളിപ്പടരുകയാണ്. അമേരിക്കൻ സൈനിക സാന്നിധ്യമുള്ള ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെ ഇറാൻ ശക്തമായ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾ ആരംഭിച്ചു. യുഎയിലെ ദുബായ്, അബുദാബി എന്നിവിടങ്ങളിലും ഖത്തർ തലസ്ഥാനമായ ദോഹയിലും ശക്തമായ സ്ഫോടന ശബ്ദങ്ങൾ കേട്ടതായി ദൃക്സാക്ഷികൾ റിപ്പോർട്ട് ചെയ്തു. അമേരിക്കയ്ക്കും ഇസ്രായേലിനുമെതിരെ നീണ്ട പോരാട്ടത്തിന് തയ്യാറാണെന്ന് ഇറാന്റെ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. അത്യാധുനിക ആയുധങ്ങൾ തങ്ങൾ ഇതുവരെ പ്രയോഗിച്ചിട്ടില്ല എന്നും ഇറാന്റെ വക്താവ് റസ തലായിനിക് വ്യക്തമാക്കി. ആസൂത്രണം ചെയ്തതിനേക്കാൾ കൂടുതൽ കാലം പ്രതിരോധിക്കാനും ആക്രമണാത്മകമായി തിരിച്ചടി നൽകാനും ഞങ്ങൾക്ക് ശേഷിയുണ്ട്. എല്ലാ ആയുധങ്ങളും ആദ്യ ദിവസങ്ങൾ തന്നെ ഉപയോഗിക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതിനിടെ ഇറാനിലെ ബുഷർ വിമാനത്താവളത്തിൽ നിർത്തിയിട്ടിരുന്ന യാത്രാ വിമാനം US-ഇസ്രായേൽ ആക്രമണത്തിൽ തകർന്നതായി റിപ്പോർട്ടുണ്ട്. പശ്ചിമേഷ്യയിലെ സംഘർഷം പുതിയ തലത്തിലേക്ക് കടക്കുന്നതിനിടെ ഇസ്രായേലും അമേരിക്കയും ഇറാനെതിരെ കടുത്ത നിലപാടുകളാണ് സ്വീകരിക്കുന്നത്. ഇറാന്റെയും ലെബനന്റെയും ആകാശത്ത് ഇസ്രായേൽ യുദ്ധവിമാനങ്ങൾ നിരീക്ഷണം നടത്തുന്നുണ്ടെന്നും ഏത് നിമിഷവും ആക്രമണം തുടരുമെന്നും പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു മുന്നറിയിപ്പ് നൽകിക്കഴിഞ്ഞു. ഹിസ്ബുള്ളയെ ലക്ഷ്യമിട്ടുള്ള നീക്കങ്ങൾ ഇനിയും ശക്തമാക്കുമെന്നും ആക്രമിക്കാൻ ശ്രമിച്ചവർക്ക് കനത്ത തിരിച്ചടി നൽകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇസ്രായേലിന്റെ സൈനിക കരുത്ത് വ്യക്തമാക്കുന്നതിനൊപ്പം ശത്രുക്കൾക്ക് തെറ്റുപറ്റിയാൽ അതിശക്തമായ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന സന്ദേശമാണ് നെതന്യാഹു നൽകുന്നത്. അതേസമയം ഇറാന്റെ സൈനിക പ്രതിരോധ സംവിധാനങ്ങൾ പൂർണ്ണമായും തകർന്നുവെന്ന അവകാശവാദവുമായാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തിയത്. ഇറാന്റെ നേതൃത്വം ദുർബലമായെന്നും വ്യോമ പ്രതിരോധവും നാവികസേനയും ഇല്ലാതായെന്നും അദ്ദേഹം സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചു. ഈ ഘട്ടത്തിൽ ഇറാൻ ചർച്ചകൾക്കായി ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും അതിനുള്ള സമയം അതിക്രമിച്ചു കഴിഞ്ഞുവെന്നും ചർച്ചകൾക്കിനി സ്ഥാനമില്ലെന്നും ട്രംപ് കടുത്ത ഭാഷയിൽ കുറിച്ചു. അമേരിക്കയുടെ പൂർണ്ണ പിന്തുണയോടെയുള്ള ഇസ്രായേൽ നീക്കങ്ങൾ ഇറാനെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുന്നു എന്നാണ് ട്രംപിന്റെ വാക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും ഈ പ്രസ്താവനകൾ മേഖലയിലെ സമാധാന ശ്രമങ്ങളെ കൂടുതൽ സങ്കീർണമാക്കുന്നുണ്ട്. നയതന്ത്ര ചർച്ചകൾക്ക് വഴിയില്ലാത്ത വിധം സൈനിക നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകാനാണ് രാജ്യങ്ങൾ ലക്ഷ്യമിടുന്നത്. ഇറാന്റെ പരമോന്നത നേതാവ് കൊല്ലപ്പെട്ട സാഹചര്യത്തിൽ ഇറാന്റെ ഭാഗത്തുനിന്നുള്ള പ്രതികരണം എങ്ങനെയുള്ളതാകുമെന്നും ലോകം ഉറ്റുനോക്കുകയാണ്. യുദ്ധ പശ്ചാത്തലത്തിൽ ആഗോള പ്രത്യാഘാതങ്ങൾ നിരവധിയാണ്. വിമാന സർവീസുകൾ താറുമാറായി കഴിഞ്ഞു. സംഘർഷത്തെ തുടർന്ന് മേഖലയിലെ പല രാജ്യങ്ങളും വ്യോമപാതകൾ അടച്ചു. ശനിയാഴ്ച മുതൽ തിങ്കളാഴ്ച വരെ 12,903 വിമാന സർവീസുകളാണ് ഇതിനോടകം റദ്ദാക്കിയിട്ടുള്ളത്. ആകെ സർവീസുകളുടെ 40% വരും ഇത്. മറ്റൊന്ന് ആണവ ആശങ്കയാണ്. ഇറാൻ അണുബോംബ് നിർമ്മിക്കുന്നതിന് തെളിവില്ലെന്ന് IAEA ഡയറക്ടർ ജനറൽ റാഫേൽ ഗ്രോസി അറിയിച്ചിട്ടുണ്ട്. എന്നാൽ യുറേനിയം ശേഖരണവും ഇൻസ്പെക്ടർമാർക്ക് അനുമതി നിഷേധിക്കുന്നതും ആശങ്കയുണ്ടാക്കുന്നതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു. US-ഉം ഇസ്രായേലും അന്താരാഷ്ട്ര നിയമം ലംഘിച്ചുവെന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോണും വിമർശിച്ചു. ഇതിൽ നിലവിലെ സാഹചര്യത്തിന് പ്രാഥമിക ഉത്തരവാദിത്തം ഇറാനാണെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം മേഖലയിലെ 9 മില്യൺ ഇന്ത്യൻ പൗരന്മാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് ഇറങ്ങി. കഴിഞ്ഞ 48 മണിക്കൂറിനുള്ളിൽ UAE, ഇസ്രായേൽ, സൗദി അറേബ്യ, ഖത്തർ ഉൾപ്പെടെ 8 ലോക നേതാക്കളുമായി അദ്ദേഹം സംസാരിച്ചു. സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള നയതന്ത്ര ചർച്ചകൾക്ക് ഇന്ത്യ മുൻകൈയെടുക്കുകയാണ്.